അവൾക്കൊപ്പം #IFFKയിൽ ഭാഗമാക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി സജി ചെറിയാന് സംവിധായകൻ ടി ദീപേഷ് കത്തയച്ചു. അതിനിടെ അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യവുമായി അവൾക്കൊപ്പം കൂട്ടായ്മയും നടക്കുന്നു. ഇന്ന് വൈകിട്ട് 5 മണിക്ക് തിരുവനന്തപുരം മാനവീയം വീഥിയിലാണ് പരിപാടി. സഫ്വാൻ VP ആണ് വിവരങ്ങൾ നൽകാനുള്ളത്. സഫ്വാൻ, ഈ ക്യാമ്പയിൻ്റെ മൊത്തം, അതായത് ഇന്നത്തെ ക്യാമ്പയിനും അതോടൊപ്പം തന്നെ IFFKയിലും നടക്കുന്ന പരിപാടികളെക്കുറിച്ചും ഈ മന്ത്രിയുടെ മറുപടി ഇക്കാര്യത്തിൽ ലഭ്യമായിട്ടുണ്ടോ ദീപേഷിന്? നോഫൽ, ഈ 12 മുതൽ 19 വരെയാണ് IFFK നടക്കുന്നത്. ഈ IFFKയിൽ ഈ അതിജീവിതക്കൊപ്പം നിൽക്കുന്ന ഒരു സന്ദേശം സർക്കാർ നൽകണമെന്നാണ് മുൻ ചലച്ചിത്ര പ്രവർത്തകനും സംസ്ഥാന പുരസ്കാര ജേതാവുമായ ടി ദീപേഷ് മന്ത്രി സജി ചെറിയാൻ ഒരു കത്ത് നൽകിയിരിക്കുന്നത്. അതിജീവിതക്കൊപ്പം നിൽക്കാനുള്ളൊരു ഇച്ഛാശക്തി സർക്കാർ കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു കത്തിൻ്റെ ഉള്ളടക്കം ഉണ്ടായിരിക്കുന്നത്. ഈ മറുവശത്ത് ദിലീപിന് അനുകൂലമായ നിലപാട് സിനിമാ സംഘടനകളുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോഴാണ് സമാന്തരമായി ഇത്തരത്തിലൊരു ഇടപെടൽ, അതിജീവിതക്കൊപ്പം നിൽക്കാൻ സർക്കാർ തയ്യാറാകണം എന്ന തരത്തിലുള്ള ഇടപെടലുകളുമായി സിനിമാ സംഘടനകളും സാംസ്കാരിക പ്രവർത്തകരും രംഗത്തെത്തുന്നത്. നമുക്ക് ഇന്ന് മാനവീയം വീഥിയിൽ അവൾക്കൊപ്പം എന്നുള്ള ഹാഷ്ടാഗോട് കൂടി സാംസ്കാരിക സിനിമാ പ്രവർത്തകർ മാനവീയം വീഥിയിൽ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നുണ്ട്. പോരാട്ടം തുടരുക എന്ന ഒരു സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. സമൂഹ മാധ്യമത്തിൽ ഭാഗ്യലക്ഷ്മിയാണ്, ഡബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയാണ് ഇതു സംബന്ധിച്ചൊരു പോസ്റ്റർ ഷെയർ ചെയ്യുകയും വലിയ പിന്തുണ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുകയും ഇന്ന് 5 മണിക്ക് തിരുവനന്തപുരം മാനവീയം വീഥിയിൽ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കാനുമാണ് സമാന്തര സിനിമാ സംഘടനാ പ്രവർത്തകരുടെ തീരുമാനം. നമുക്കറിയാം, നടി ആക്രമിക്കപ്പെട്ട കേസിൽ അനുകൂലമായ വിധി വന്നതിന് പിന്നാലെ ദിലീപിനെ സംഘടനകൾ, ഫെഫ്ക പോലുള്ള സംഘടനകളിൽ തിരിച്ചെടുക്കാനുള്ള നീക്കം മറുഭാഗത്ത് നടക്കുന്നുണ്ട്. ദിലീപ് വിഷയത്തിൽ വലിയ സൈബർ അറ്റാക്കുകൾ ഈ അതിജീവിതക്കൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് ഒരു സൈഡിൽ ലഭിക്കുന്നുണ്ട്. അതിനിടയിലാണ് അതിജീവിതയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു പരിപാടികളും അതിന്